FACT എന്ന് കേട്ടാൽ അന്ന് വലിയ പ്രമാദമാണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, FACTയിൽ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ കിട്ടുകയും ചെയ്തു. നല്ല കുട്ടികൾ, നല്ല സ്കൂള്. ഇപ്പം നമ്മുടെ സ്കൂളിലെ പിള്ളേർ എവിടെയൊക്കെയാണ് ഉള്ളത്? അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ വർക്ക് ചെയ്തതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ. സാറ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. പുള്ളി എല്ലാ കാര്യത്തിനും ഒരു എന്താ പറയുക, പോലീസ് എന്നല്ലേ പറഞ്ഞിരുന്നത് ഞങ്ങൾ കുട്ടികളെ. കുട്ടികൾ ഇവിടെ ചൈനീസ് കുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൂഡിയസ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മുടെ പിള്ളേരുടെ പോലെയല്ല, ഭയങ്കര സ്റ്റൂഡിയസാണ് അവർ. ഞാൻ സാറ്റിസ്ഫൈഡാണ്. ടെൻഷൻ ഇല്ലെന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഞാൻ 1971 അവിടെ ജോയിൻ ചെയ്തത്. ഞാൻ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ക്ലാസ് 9th ആയിരുന്നു. 9th 4 കുട്ടികളും 4 ചെയറും 4 ടേബിളും ആയിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു. പിന്നെ താഴേക്കുള്ള ക്ലാസ്സുകൾ നഴ്സറി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കൊല്ലം കഴിഞ്ഞ് പിറ്റേ വർഷം അവർ 10th 73 ബാച്ചാണ് ഫസ്റ്റ് ബാച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് മാത്സ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ മാത്സാണ് പഠിപ്പിക്കുന്നത്. മാത്സ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ മാറി മാറി പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിച്ചത് 78 ബാച്ചിലാണ്. അത് കെന്നഡി ഞാറക്കൽ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടാവും. കെന്നഡി ഞാറക്കലൊക്കെ ഉള്ള ബാച്ചായിരുന്നു. അവിടെ ആ കുട്ടിയായിരുന്നു അന്ന് ഫസ്റ്റൊക്കെ വന്നത്. ഫസ്റ്റ് ബാച്ചിൽ 4 കുട്ടികളുള്ളത് പ്രിൻസിപ്പലിൻ്റെ മോനായിരുന്നു ഒന്ന്. പിന്നെ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി, അങ്ങനെയായിരുന്നു 4 കുട്ടികൾ. ആ ഫസ്റ്റ് ബാച്ചിൽ 73 വിനോദ് എന്ന് പറഞ്ഞതാണ് പ്രിൻസിപ്പലിൻ്റെ മോൻ. അവനാണെന്ന് ഹയസ്റ്റ് കിട്ടിയത് സ്കൂളിൽ ടോപ്പ്. പിന്നെ ഓരോ വർഷം അങ്ങനെ കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ സ്കൂളിൽ നിന്ന് എൻ്റെ 6ാമത്തെ സ്കൂളാണിത്. ഞാൻ ആദ്യം തന്നെ BSc പാസ്സായ ഉടനെ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻ്റലായിട്ട് എനിക്ക് BEdന് അഡ്മിഷൻ കിട്ടി. BEd കഴിഞ്ഞ് വരുമ്പോൾ PSCയുടെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഗവൺമെൻറ്റിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ ആദ്യം തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പോയത് ഇളങ്ങുന്നപ്പുഴ സ്കൂളിലായിരുന്നു. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ചു എടപ്പള്ളി സ്കൂളിലേക്ക് വന്നു. വെച്ചാൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ നോക്കി വന്നതാണ്. അത് കഴിഞ്ഞ് 3 വർഷം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എൻ്റെ മാരേജായത് ഹസ്ബൻഡ് മലേഷ്യയിൽ വർക്ക് ചെയ്യായിരുന്നു. ഹസ്ബൻഡും ടീച്ചറായിരുന്നു. അവിടെ ഡെപ്യൂട്ടേഷനിൽ പോയി വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ 3 years കംപ്ലീറ്റ് ചെയ്താലേ ഡെപ്യൂട്ടേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് 3-4 മാസവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ലീവ് എഴുതിയിട്ടിട്ട് കൊള്ളാൻ പറഞ്ഞു. ലീവ് എഴുതിയിട്ടിട്ട് പോന്നു. വന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ ഉടനെ തന്നെ മലേഷ്യക്ക് പോയി 3-4 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ പറ്റൂല, ഇനി ട്രിവാൻഡ്രത്ത് പോയൊക്കെ ശരിയാക്കിയിട്ട് വരേണ്ടിയിരുന്നു. അങ്ങനെ ശരിയാക്കാനായിട്ട് പോകാനിരുന്നപ്പോഴാണ് FACTയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അപ്പോൾ FACT എന്ന് കേട്ടാൽ അന്ന് വലിയ പ്രമാദമാണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, FACTയിൽ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ കിട്ടുകയും ചെയ്തു. ചെയ്യണത് ആദ്യം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനിത് എങ്ങനെ ഇവിടെ എത്തിപ്പെടും എന്നുള്ള അന്ന് വണ്ടി വിളിച്ചിട്ടാണല്ലോ പോണത്. അന്ന് നമുക്ക് കാറൊന്നുമില്ല. അപ്പോൾ ടാക്സി വിളിച്ചിട്ടാണ് പോണത്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും, ഇവിടെ ജോലി കിട്ടി എങ്ങനെ വരും നമ്മളെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ബസ്സിൽ 2-3 ബസ്സൊക്കെ വേണം ചിലപ്പോൾ. ഇവിടെ നിന്ന് വൈറ്റിലേക്ക് ചെല്ലണം, വൈറ്റിലേന്ന് നിന്ന് തൃപ്പൂണിത്തുറ ചെല്ലണം, തൃപ്പൂണിത്തുറയിൽ നിന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു ബസ് കിട്ടും. അത് എറണാകുളം വഴിയുള്ള ബസ്സാണ്. അങ്ങനെയൊക്കെ പലതരത്തിലൊക്കെ യാത്ര ചെയ്ത് പിന്നെ ചിലപ്പോൾ ബസ്സില്ലാണ്ട് വന്നാൽ തൃപ്പൂണിത്തുറ ചെന്നിട്ട് ടാക്സി വിളിച്ചു പോകും. ടാക്സി എന്ന് പറഞ്ഞാൽ അന്ന് 5 രൂപ കൊടുത്താൽ മതി ടാക്സിക്ക്. അങ്ങനെയും പോവുമായിരുന്നു. അങ്ങനെയാണ് അവിടെ ജോയിൻ ചെയ്തത്.
അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല സ്കൂളാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെയാണെങ്കിൽ 2500 പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അത് കുറേ കഴിഞ്ഞപ്പോൾ ഷിഫ്റ്റാക്കി, അത് സ്ഥലമില്ലാഞ്ഞിട്ട്. സ്ഥലമെന്ന് വെച്ചാൽ ഷെഡൊക്കെയാണ്, അല്ലാണ്ട് വലിയ സൗകര്യങ്ങൾ. ഒരു ബിൽഡിംഗ് ഉണ്ടാവും, പിന്നെ മുഴുവൻ ഷെഡായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 4 കുട്ടികളും 4 മേശ 4 കസേരയായിട്ടുള്ള സ്കൂള്, ഒരു ക്ലാസ്, ഒരു സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ആകെ. അപ്പോൾ പഠിപ്പിക്കാൻ സുഖം, നല്ല കുട്ടികളും നല്ല അന്തരീക്ഷവും ഒക്കെ നല്ലതായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ തന്നെ ആയിരുന്നു ഞാൻ. 29 വർഷം അവിടെ വർക്ക് ചെയ്തു. 30 ആയില്ല, അതിന് മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത് പോരുമ്പോൾ അപ്പോൾ നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലായിരിക്കും അല്ലേ. റിട്ടയർ ചെയ്ത് വന്ന് പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് വളരെ സന്തോഷമാണ്. വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യണത്. കുക്കിംഗ് എനിക്കിഷ്ടമാണ്, പിന്നെ കുട്ടികളെ നോക്കലും ഇഷ്ടമുള്ള പണിയാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ എന്നായത് കാരണം അവരെയൊക്കെ നോക്കി കുക്കിങ്ങുമായിട്ട് അങ്ങനെ ഇരുന്നു. സ്കൂളിൽ നിന്ന് ടൂറ് പോകുമായിരുന്നു. ടൂറ് പോകുമ്പോൾ താമസിക്കണതിന് വേണ്ടിയിട്ട് ഞാൻ പോകാറില്ല. രാവിലെ പോയിട്ട് രാത്രി എത്തണ ട്രിപ്പിന് മാത്രമേ പോവുള്ളൂ. മലമ്പുഴ, ബീച്ച്, അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ. ബാക്കി ബാംഗ്ലൂർ, ഡൽഹിയൊക്കെ പോണതിന് ഞാൻ പോവില്ല. 2-3 ദിവസം വേണമല്ലോ. ഇവിടെ ഈ അമ്മയച്ഛനും ഉണ്ട്, പിള്ളേരും ചെറുതാണ്, ഞാൻ പോവില്ലായിരുന്നു. പിന്നെ ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഹാപ്പിയാണ്. നമ്മുടെ ലൂക്കോച്ചൻ സാറ് മരിച്ചു പോയി. ഇപ്പോൾ പലരും, വേലായുധൻ സാറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല ട്രിപ്പായിട്ടാണ് പോണതൊക്കെ, സിറിയക് സാറൊക്കെ ആയിട്ട്. അപ്പോൾ എത്ര പേരാണ് മരിച്ചു പോയിരിക്കുന്നത്. അത് വലിയൊരു ദുഃഖമുള്ള കാര്യം തന്നെ. ഇന്ദിര ടീച്ചർ പോയി, മേരി ടീച്ചർ പോയി. അങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് പേരെ പിന്നെ വന്നിട്ടുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ജോൺ സാറ്, വിശ്വാസ് സാറ്, ഗോപാലകൃഷ്ണൻ സാറ്, PC ചാക്കോ സാറ്, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ പിന്നീട് വന്നിട്ടുള്ളൂ. എല്ലാവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോഴല്ല, ഞങ്ങളൊരു 7 പേരാണ് ഒരുമിച്ച് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് 1-2 പേരൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് സ്കൂളും നല്ലത്, പിള്ളേരും നല്ലത്, പഠിപ്പിച്ചാൽ വീട്ടുകാർ ശ്രദ്ധിക്കുന്ന കുട്ടികളാണല്ലോ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ടേ. അതൊക്കെ കൊണ്ട് എല്ലാം കൊണ്ടും നല്ല സ്കൂളായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെൻഷനില്ല ഇപ്പോൾ. അതാണ് നമുക്ക് ഏറ്റവും. ഞാനിപ്പോൾ ഗവൺമെൻറ്റിലായിരുന്നെങ്കിൽ എനിക്ക് എന്തോരം പെൻഷൻ കിട്ടിയെന്ന് അറിയോ, എത്ര വർഷം മുമ്പുള്ള കാര്യമാണ്. പക്ഷെ അന്നത്തെ സ്കെയിലും ഇവിടുത്തെ ആനുകൂല്യങ്ങളും നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അന്നത്തെ സ്കെയിലെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നെങ്കിലും ഒരു സമയത്ത് പുള്ളി ഒരുപാട് സീനിയറാണ് എന്നെക്കാളും. എന്നാൽ തന്നെ ഞങ്ങൾ ഒരു സാലറി ആയിരുന്നു മേടിച്ചിരുന്നത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ. പിന്നെ അവർക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ശമ്പളം അങ്ങോട്ട് കൂട്ടാൻ തുടങ്ങി. ശമ്പളം കൂട്ടി ഇഷ്ടം പോലെ ആയിക്കഴിഞ്ഞപ്പോൾ വ്യത്യാസമായി നല്ലോണം. അങ്ങനെ ഒരു ഇത് വന്നു. അല്ലെങ്കിൽ നല്ല വ്യത്യാസം. പിന്നെ ഇവിടെ നിന്ന് ആനുകൂല്യങ്ങളുണ്ടല്ലോ, ഇൻസെൻറ്റീവായിട്ടും പിന്നെ എന്തെങ്കിലും എന്താ പറയണത്, ചില ഡിപ്പാർട്ട്മെൻ്റലായിട്ട് എന്തെങ്കിലും കിട്ടുന്ന സംഗതികളുണ്ട്. ഇപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ സ്റ്റാൻഡ്, ഇതൊക്കെ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡൊക്കെ തന്നത് അവരാണ്. പിന്നെ ഒരു ഒരു സ്റ്റൂള് പോലത്തെ സാധനം FICT എന്നൊക്കെ എഴുതി അങ്ങനെയൊക്കെ എല്ലാം തരും ഒരു ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങളായിട്ട്. പിന്നെ പോരാൻ നേരത്ത് ഗ്രാറ്റുവിറ്റി എന്നും പറഞ്ഞ ഒരു എമൗണ്ട് കിട്ടും. അത് ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഒന്നുമല്ല. ഈ സംഭവം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും നമുക്കതിൻ്റെ ഇതറിയില്ല. പക്ഷേ റിട്ടയർ ചെയ്ത് വെറുതെ ഇരിക്കുമ്പോഴാണ് പൈസയുടെ ഇത് വ്യത്യാസം വരുന്നത്. നമുക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ജീവിക്കാൻ വകയുള്ള ആളുകളായതുകൊണ്ട് സാരമില്ല. അല്ലാത്തവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്.
ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഈ പെൻഷനും കൂടി ഇല്ലാണ്ട് വന്നാലേ നല്ല പാടാണ്. പിന്നെ FICTനെ കുറിച്ച് ആലോചിച്ചാൽ നല്ല നല്ല ഇപ്പോൾ ഒക്കെ പോയില്ല, സ്കൂളും പോയില്ല. ഇങ്ങനെ ഒരു സ്കൂള് പോണത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. സ്കൂളേ ഇല്ലാണ്ട് വരണ സംഭവം ഒരിടത്തും ഉണ്ടായിട്ടില്ലല്ലോ. ആ ക്വാർട്ടേഴ്സൊക്കെ എന്ത് തല്ല് പിടിച്ച് മേടിച്ചിരുന്നത് ആളുകൾ. ഞാനൊക്കെ പോകുമ്പോൾ ക്വാർട്ടേഴ്സ് എനിക്ക് ആവശ്യമില്ല, ആ സമയത്തും ക്വാർട്ടേഴ്സ് കിട്ടാൻ പാടായിരുന്നു. ഞാനിപ്പോൾ ഇത്രയും ദൂരം നിന്ന് അവിടെ പോകണമെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനത്തെ സാഹചര്യം. അല്ലെങ്കിൽ പിള്ളേരെയും ഹസ്ബൻഡിനെയൊക്കെ ആയിട്ട് അവിടെ പോയി നിന്ന് ഹസ്ബൻഡ് ഇങ്ങോട്ട് വരണം, പിള്ളേരും ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ പിള്ളേരെ അവിടെ ചേർക്കണം, എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇതൊന്നുമില്ലാണ്ടിരുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ പശുവും പട്ടിയും കോഴിയൊക്കെ ആയിട്ടാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കുട്ടികളും എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളാണ്. കുട്ടികളെ വീട്ടുകാർ ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ടല്ലോ. പിള്ളേരായിട്ട് കുറച്ച് ഇപ്പോൾ സ്വാമിനാഥനെ ഞാൻ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. നമ്മുടെ ലൂക്കോച്ച് സാറിൻ്റെ മേരി ഉണ്ടല്ലോ, വൈഫ്, ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അവർ US മോൻ അവിടെ, 2 പിള്ളേരും അവിടെയാണ്. അപ്പം മോള് ബാംഗ്ലൂരും മോൻ 2 പേരും US. അപ്പോൾ അവരുടെ കൂടെ ലൂക്കോച്ച് സാറും വൈഫൊക്കെ കുറേ നാൾ മുമ്പ് പോയിരുന്നതാണ്. അവിടെ താമസിച്ചു, 5-6 മാസമൊക്കെ താമസിച്ചതാണ്. ഇപ്പോൾ നാട്ടിലുണ്ട്, വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇന്നാൾ ലിൻഡോ എന്ന ഇളയ മോൻ്റെ പേര്, ലിൻഡോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, പോയി എന്നിട്ട് ആൾ. പിന്നെ ആരാ, പിന്നെ എൽഡോസിനെയൊക്കെ അറിയോ? എൽഡോസൊക്കെ ബാലുവൊക്കെ ഇവിടെ വരാറുള്ള ആളുകളാണ്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ, ബാലു, എൽഡോസ്. പിന്നെ ഒരു അനിൽകുമാർ, അവരുടെ ബാച്ചിൽ തന്നെയുള്ള അനിൽകുമാർ. പിന്നെ ഞാൻ 2000 റിട്ടയർ ചെയ്തതാണ്. ഞാനൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ സ്കൂളില്ലാണ്ടായി. 2 വർഷം മുഴുവനായില്ലെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് ശ്രീദേവിയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീദേവി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടോ നമ്മുടെ സ്കൂളൊക്കെ നിർത്തുകയാണെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ കമ്പനിക്കാർ ഒന്നും ചെയ്യണില്ല, അത് നമ്മളെ സിറിയക് സാറൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയേനെ കേട്ടോ. ഒരു +2 ഒക്കെ തുടങ്ങിയാൽ മതിയായിരുന്നു. +2 തുടങ്ങാൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് ധാരാളം. അതൊന്നും ചെയ്തില്ല, പോയിട്ട് പിന്നെ ഒന്നുമില്ല. അത് തന്നെ സിറിയക് സാറ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. പുള്ളി എല്ലാ കാര്യത്തിനും ഒരു എന്താ പറയുക, പോലീസ് എന്നല്ലേ പറഞ്ഞിരുന്നു ഞങ്ങൾ കുട്ടികളെ. അപ്പോൾ എന്താ പറയണേ, എന്തോ ഒരു പോലീസെന്ന് അറിയുമല്ലോ, ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി എല്ലാത്തിലും ഇടപെടും. എന്ത് കള്ളത്തരങ്ങൾ കാണിച്ചാലും അതൊക്കെ ഇടപെട്ട് ശരിയാക്കുന്ന ആളായിരുന്നു. പിന്നെ ലൂക്കോച്ച് സാറ് നാഗാലാൻഡിൽ വർക്ക് ചെയ്തിരുന്ന. അപ്പം ഞാൻ ഈ മലേഷ്യയിൽ നിന്ന് വന്നാലും ഞങ്ങൾ തമ്മിൽ ഇത്തിരി കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അവിടുത്തെ കാര്യങ്ങൾ പറയും. ഇവിടെ അതേ കുട്ടികൾ, ഇവിടെ ചൈനീസ് കുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൂഡിയസ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മുടെ പിള്ളേരുടെ പോലെയല്ല, ഭയങ്കര സ്റ്റൂഡിയസാണ് അവർ. അവരെ പഠിപ്പ് കഴിഞ്ഞിട്ടേ ഒന്നും വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും വീട്ടിൽ ചെന്നാലും, എന്നാലും പഠിക്കണ കാര്യത്തിൽ നല്ല മിടുക്കാണ്. പിന്നെ നമ്മുടെ കുട്ടികൾ 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ അവിടെ. ഈ പാരൻസ് അവിടെയുള്ള ആളുകളുടെ മക്കളേ ഉള്ളൂ. പിന്നെ ഉള്ളത് മലൈസ് മടിയന്മാരാണ്, നമ്മുടെയൊക്കെ പോലത്തെ തന്നെ ആളുകളാണ്. അവർക്ക് ഇങ്ങനെ പഠിക്കണമെന്നും വലുതാവണമെന്നും ഒന്നും ആഗ്രഹമില്ലാത്ത ആളുകളാണ്. അങ്ങനെ പിന്നെ നല്ല കഴിവാണ് ഈ ചൈനീസ് പിള്ളേർക്ക്. അവരെയൊക്കെ ഡ്രോയിങ്ങിനൊക്കെ എന്ത് മിടുക്കാമെന്നറിയോ. അവരെയൊക്കെ ഇങ്ങനെ റൂമിൻ്റെ പുറത്തേക്ക് ഫേസ് ചെയ്തിരുത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ വരയ്ക്കാൻ പറയും. അപ്പോൾ ഇവിടെ നോക്കി അവിടെ കാണുന്ന എന്തൊക്കെയാണെന്ന് വരയ്ക്കുക. അതൊക്കെ എന്തുമാതിരി വരയ്ക്കണമെന്നറിയോ. പെയിൻറ്റ് ചെയ്യണതാണ്, വരയ്ക്കലല്ല, പെയിൻറ്റ് ചെയ്യണം. അസലായിട്ട് പെയിൻറ്റ് ചെയ്യും. അവിടെ അങ്ങനെ പറയണത് ഫോം 7, 8, 9 അങ്ങനെ പറയണത്. അതിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം മാത്സ് മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അവിടെ ചെന്ന് പഠിപ്പിച്ചു. ആദ്യം ഒരു സ്കൂൾ, അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അവർ ചോദിച്ചു,
എങ്ങനെ അവിടെ അവിടെ അത് നമ്മുടെ ബയോഡാറ്റൊക്കെ കൊടുക്കണതിലുണ്ടല്ലോ. അപ്പം അവർ ചോദിച്ചു ഹൗ മച്ച് യു ആർ ഗെറ്റിംഗ് ദർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് വാസ് എബൌട്ട് 1000 എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ദാറ്റ് വാസ് ഇൻ ഡോളേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു ആദ്യം. അപ്പോൾ പുള്ളി ചോദിച്ചു ഹൗ മച്ച് ഇൻ ഡോളേഴ്സ്. ഞാൻ പറഞ്ഞു 487. ഹൗ മച്ച് ഇൻ ഇന്ത്യൻ മണി എന്ന് ചോദിച്ചു. അപ്പോൾ അബൌട്ട് മോർ ദാൻ 1000 റുപ്പീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇവിടെ ശമ്പളം കുറവാണ് നമുക്ക്. ഞങ്ങൾക്കൊക്കെ ആദ്യം ഒരു 600 സംതിങ് ഒക്കെ കിട്ടുള്ളായിരുന്നു ടോട്ടൽ. പിന്നെ പിന്നെ കൂടിയാണ് വന്നത്. അന്നപ്പോൾ ഹസ്ബൻഡ് അതിലും വലിയ ശമ്പളം മേടിച്ചിരുന്ന ആളാണ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്കെയിലല്ലേ കിട്ടുള്ളൂ. എന്നാലും ഞാൻ ഈ ഡെപ്യൂട്ടേഷനിൽ പോയിരുന്നെങ്കിൽ തിരിച്ചു അല്ലാണ്ടും കിട്ടുമായിരുന്നു കേട്ടോ. 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 3 മാസം കണ്ട് വേണ്ടിയിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക്. അപ്പോഴേക്കും ഇത് കിട്ടി. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡാണ്. ടെൻഷൻ ഇല്ലെന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്. വെച്ചാൽ നല്ല കുട്ടികൾ, നല്ല സ്കൂള്. ഇപ്പം നമ്മുടെ സ്കൂളിലെ പിള്ളേർ എവിടെയൊക്കെയാണ് ഉള്ളത് അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ വർക്ക് ചെയ്തതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ.